ഹായ് ഓൾ, ദർശന അക്കാദമി റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ റീനീറ്റിന് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു തിൻ ഹൊറിസോണ്ടൽ ഡിസ്ക് അത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്തിരിക്കുന്ന ഒരു ആക്സിസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് 2 പോയിന്റുകൾ എയും ബിയും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓരോ പോയിന്റിലെയും ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കുക, ഇതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേഷ്യോ കൂടി എടുക്കണം കേട്ടോ. അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട്, ഈ ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം അത് ലീനിയർ മോഷനും അതുപോലെ റൊട്ടേഷനും ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ആംഗുലർ മൊമെൻറ്റം L എന്നാണ് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസിൻ്റെ ആംഗുലർ മൊമെൻറ്റം പ്ലസ് അതിൽ നിന്ന് ആ പോയിൻ്റ്, ഇപ്പം നമ്മൾ ഏത് പോയിൻ്റ് ആണോ ചൂസ് ചെയ്യുക അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ എന്ന് പറയാം, അതാണ് R എന്ന് പറയുക, ഇൻറ്റു അവിടുത്തെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം. ഇതാണ് നമുക്ക് ഒരു പോയിന്റിലെ ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുക. ഇനി ഇവിടെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ഓഫ് മാസ്, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ് എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സെക്കൻഡ് ടേം R ഇൻറ്റു ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്ന ടേം 0 ആയിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പോയിൻ്റ് ആണോ നമ്മൾ ചൂസ് ചെയ്യുക, ഫസ്റ്റ് വൺ എ ആണെങ്കിൽ അവിടുത്തെ ആ മൊമെൻറ്റം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റം തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെൻറ്റം സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 പോയിന്റിലെയും മൊമെൻറ്റം സെയിം ആണ്, എയിലെയും ബിയിലെയും. അതുകൊണ്ട് റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് 1 എന്നായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ അത് ലാസ്റ്റ് ഓപ്ഷൻ 4ലുണ്ട്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വേറെ പ്രത്യേകിച്ച് നമ്മളിവിടെ കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കാരണം സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്, അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കിവിടെ തന്നിരിക്കുന്ന മറ്റൊന്ന്, ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു വയറാണ്, അതൊരു ഫ്രിക്ഷൻലെസ് സർഫസിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വയർ ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിനാണ് അവന്മാർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ 2 പോയിൻ്റ് പാർട്ടിക്കിൾസ് അതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് 2 വഴിയിലൂടെയും അത് താഴോട്ട്, മക്കളിവിടെ നോക്കിയാൽ അറിയാം എയും ബിയും ആണ് 2 പോയിന്റുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് അത് റോൾ ചെയ്ത് താഴെ ബി വരെ എത്തുന്നു. അത് ഒന്ന് റൈറ്റ് സൈഡിലോട്ടും ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുമാണ് അത് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, ഡ്യൂറിങ് ദിസ് ടൈം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫിഗർ സ്കീമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദി സിസ്റ്റം ആസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ. ഇതിലേതാണ് നമുക്ക് വേണ്ടത്, ഏത് ഗ്രാഫാണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പം മൊമെൻറ്റം എന്ന് പറയുന്നത്, ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ കാര്യം എടുക്കാം. അതായത് റൈറ്റ് സൈഡിലേക്ക് പോയ ആ ഒരു പാർട്ടിക്കിളിൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ ഫോർ ഫസ്റ്റ് പാർട്ടിക്കിളാണ്, ആ ഫസ്റ്റ് പാർട്ടിക്കിൾ റൈറ്റ് സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് അത് നമ്മുടെ ക്ലോക്ക് വൈസ് രീതിക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം, നമുക്ക് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം P1 എന്ന് കൊടുക്കാം. അപ്പോൾ മാസ് M എന്ന് തന്നെ നമുക്കവിടെ ചൂസ് ചെയ്യാം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 2 കമ്പോണൻ്റ് ഉണ്ടാകും തീർച്ചയായിട്ടും. കാരണം റൈറ്റ് സൈഡിലേക്കാണ്, അപ്പോൾ താഴോട്ട് അവൻ പോരുന്നുണ്ട്, ഒപ്പം റൈറ്റ് സൈഡിലോട്ട് അവനൊരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ മാസ് ഇൻറ്റു
വെലോസിറ്റി നമുക്ക് v എന്ന് തന്നെ ചൂസ് ചെയ്തേക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് പോയത്, എക്സ് ആക്സിസിലാണ്. അപ്പോൾ കോസ് തീറ്റ ഒപ്പം യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്പ് നമുക്ക് കൊടുക്കാം. അടുത്തത് അവൻ താഴോട്ടും കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ട് മൈനസ് എം ഇൻറ്റു വി സൈൻ തീറ്റ ജെ ക്യാപ്പ് എന്നും കൊടുക്കാം. ഇതുപോലെ സെക്കൻഡ് പാർട്ടിക്കിള് അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ്മെൻറ്റ്, ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അവൻ മൂവ് ചെയ്തു എന്നുള്ള കൺസെപ്റ്റുകൾ എടുക്കാം. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം നമുക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്തും രണ്ട് കമ്പോണൻറ്റുകളുണ്ട്. അപ്പോൾ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അവൻ പോയത്, അതുകൊണ്ട് മൈനസ് എക്സ് ആക്സിസിന് നമുക്ക് അവന് ചൂസ് ചെയ്യാം. അപ്പോൾ മൈനസ് എം വി കോസ് തീറ്റ ഐ ക്യാപ്പ് എന്നും, അതുപോലെ തന്നെ ഡൗൺവേർഡ് പോയി മൈനസ് എം വി സൈൻ തീറ്റ ജെ ക്യാപ്പ് എന്നും കൊടുക്കാം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ P1ഉം P2ഉം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ മൊമെൻറ്റത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ രണ്ടുപേരുടെയും ടോട്ടൽ ലീനിയർ മൊമെൻറ്റമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ കമ്പോണൻറ്റ് രണ്ടും കട്ടായി പോകും. പിന്നെയുള്ളത് മൈനസ് 2mv സൈൻ തീറ്റ, അത് ജെ കമ്പോണൻറ്റ് മാത്രമാണ്. നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം മൊമെൻറ്റത്തിൻ്റെ. ദെൻ സൈൻ തീറ്റേനെ വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്റ്റാർട്ടിങ്ങിൽ തീറ്റ 0 ആണ്. ഓക്കെ, അപ്പോൾ സൈൻ 0 വരും, മൊമെൻറ്റം 0 ആകും. അപ്പം നമ്മുടെ ഗ്രാഫിൽ നിന്ന് ഏതാണോ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. ദെൻ അതിനുശേഷം തീറ്റ 90 ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്ത്, തീറ്റ 90 ഫ്രം ദി ബിഗിനിങ് ടു 90യിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ മാക്സിമം ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ 0യിൽ തുടങ്ങി മാക്സിമം വാല്യൂവിൽ എത്തുകയും അവസാനം അത് സൈൻ 180 വരുന്ന സമയത്ത് എഗെയിൻ 0 ആവുകയും ചെയ്യും. ഇത് നമ്മുടെ ഫോർത്ത് ഗ്രാഫാണ്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഗ്രാഫ് പിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സോളിഡ് സ്പിയർ ആണ്. രണ്ടെണ്ണം ഉണ്ട്. സോളിഡ് സ്പിയർ ആണ്. ഒന്നിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും രണ്ടാമത്തതിൻ്റെ റേഡിയസ് സ്മോൾ ആറും ആണ്. രണ്ടിൻ്റെ മാസുകളും അതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പിയർ ഇവിടെ ഒന്ന് വരയ്ക്കാം. ആദ്യത്തെ സ്പിയർ അവൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറ്, രണ്ടാമത്തെ സ്പിയർ അവനെ ചേർത്ത് വെച്ചിരിക്കുന്നു, അവൻ്റെ റേഡിയസ് സ്മോൾ ആറാണ്. വലിയ സ്പിയറിൻ്റെ മാസ് ക്യാപിറ്റൽ എമ്മും ചെറിയ സ്പിയറിൻ്റെ മാസ് സ്മോൾ എമ്മും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയാണ് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒന്ന് കണ്ടുപിടിക്കണം. അത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കണം. ഒന്നാമത്തത് ആദ്യത്തെ സ്പിയർ, അതായത് എ എന്ന് പറയുന്ന സ്പിയറിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിൽ വെച്ചിട്ട് വേണം ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് IA എന്ന് പറയുക. അതിനുശേഷം രണ്ടാമത്തെ കേസ്, അതായത് അതിനുശേഷം രണ്ടാമത്തെ കേസ് ചെറിയ സ്പിയറിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിൽ വെച്ച് അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. അത് IB എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് ക്വസ്റ്റിൻ്റെ ഭാഗത്ത്. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സിസ്റ്റം കാൽക്കുലേറ്റഡ് അബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് A ആണ് IA, പാസിംഗ് ത്രൂ B ആണ് IB എന്ന് പറയുക. ഫൈനലി IA മൈനസ് IB നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അതിൻ്റെ ഓൺ ആക്സിസ് തന്നെ ഒരു സിംഗിൾ സ്പിയർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ A ആണെങ്കിലും B ആണെങ്കിലും ദെൻ 2/5 mr² ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരു സ്പിയറിൻ്റെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്പിയർ A എടുത്താൽ അപ്പോൾ അവൻ്റെ ഓൺ ആക്സിസിൽ തന്നെ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതുവാൻ സാധിക്കും 2/5 mr² എന്ന് എഴുതുവാൻ സാധിക്കും. ഇനി അവൻ മാത്രമല്ല ആ സ്പിയറുകൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ബിനെയും നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പാരലൽ ആക്സസ് തിയറം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ ആദ്യത്തെ സ്പിയറിൻ്റെ എടുക്കണം, അതിന് പാരലലായി രണ്ടാമത്തെ ചെറിയ സ്പിയറിൻ്റെ ആക്സിസിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ പാരലൽ ആക്സസ് തിയറം ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ പാരലൽ ആക്സസ് തിയറം ഉപയോഗിച്ച് രണ്ടാമത്തെ സ്പിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2/5 ആണ്. അപ്പോൾ ആദ്യത്തെ സ്പിയറിൻ്റെ ക്യാപിറ്റൽ എം ആണ് മാസെങ്കിൽ രണ്ടാമത്തെ സ്മോൾ എം എടുത്തിരിക്കുന്നു. അവൻ്റെ റേഡിയസ് സ്മോൾ ആർ സ്ക്വയർ എന്ന് എടുത്തിരിക്കുന്നു. ഇത് കൂടാതെ ഈ രണ്ട് സ്പിയറും തമ്മിലുള്ള രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ആണ്. സോ ഇവിടെ നമ്മുടെ ചെറിയ സ്പിയർ ആണ്. അപ്പോൾ സ്മോൾ എം ഇൻറ്റു ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് ആർ പ്ലസ് ആർ ഹോൾ സ്ക്വയർ. ഇതാണ് എ എന്ന് പറയുന്ന ആ ഒരു സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ സ്പിയറായ ബി, അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അത് രണ്ട് കേസാണ് കേട്ടോ. ആദ്യം എയിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്തു, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എഴുതി. ഇനി അതിനുശേഷം ബീനെ ബേസ് ചെയ്ത്, ബീൻ്റെ ആക്സിസിൽ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു രണ്ടുപേരെയും. അപ്പോൾ ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ആ ബി എന്ന് പറയുന്ന സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, എം ആർ സ്ക്വയർ. അതിനുശേഷം വലിയ സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2/5 ക്യാപിറ്റൽ എം ആർ സ്ക്വയർ എന്ന് നമ്മൾ അവിടെ എഴുതി. ഇനി നമുക്ക് ചെറിയ ബി എന്ന് പറയുന്ന സ്പിയറിന് വെച്ചിട്ടാണ് എ എന്ന് പറയുന്ന സ്പിയറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യമേ ചെയ്തത് അതുപോലെ തന്നെ ആ മാസിന് മാത്രമേ മാറ്റമുള്ളൂ. അങ്ങനെ രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കിവിടെ കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഐ എ മൈനസ് ഐ ബി ആണ്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2/5 എം ആർ സ്ക്വയറിൻ്റെ ടേമുകളൊക്കെ ക്യാൻസലായി പോവുകയും പിന്നീട് ബാലൻസ് വരുന്നത് എം ആർ പ്ലസ് ആർ ഹോൾ സ്ക്വയർ മൈനസ് ക്യാപിറ്റൽ എം ആർ പ്ലസ് ആർ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ കോമൺ ആയിട്ട് അവനെ എഴുതി കഴിഞ്ഞാൽ എം മൈനസ് എം എന്നും ആർ പ്ലസ് ആർ ഹോൾ സ്ക്വയർ എന്നും നമുക്ക് മാറ്റി എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആ ഡിഫറൻസ് കമ്പയർ ചെയ്ത് കഴിയുന്ന സമയത്ത് ഓപ്ഷൻ 3 ആണ് അല്ലേ. എം മൈനസ് ക്യാപിറ്റൽ എം ഇൻറ്റു ആർ പ്ലസ് ആർ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. അങ്ങനെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ നിന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.